Hi everyone. Welcome to the third lecture of error analysis. നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ കൂടുതൽ വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾസ് ഇതിനകത്ത് ചേർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും പാഠഭാഗങ്ങളിലുള്ള ഉദാഹരണങ്ങളും എക്സർസൈസസും ചെയ്തു നോക്കുന്നത് പാഠഭാഗങ്ങൾ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ നിങ്ങളെ തീർച്ചയായും സഹായിക്കും. ലെക്ചർ 3-ൽ ലെക്ചർ 2-ൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങളുടെ കൂടുതൽ ജനറലൈസേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലെക്ചർ 2-ൽ നിരവധി ഫിസിക്കൽ വേരിയബിൾസ് അവയിലുണ്ടാകുന്ന എറേഴ്സ് എങ്ങനെയാണ് ഒരു സമ്മിൽ അല്ലെങ്കിൽ ഡിഫറൻസ്, പ്രോഡക്ട്സ്, കോഷ്യൻസ് തുടങ്ങിയവയിൽ കടന്നുകൂടുന്നതെന്ന് നമ്മൾ കണ്ടു. ഇതേ കാര്യം തന്നെ രണ്ടോ അതിലധികമോ വേരിയബിൾസ് തമ്മിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്തും ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്തും എങ്ങനെയാണ് എറർ കാൽക്കുലേഷനെ സ്വാധീനിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി കാണാൻ പോകുന്നത്. രണ്ടാമതായി, ഒരു വേരിയബിൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ ആ ക്വാണ്ടിറ്റിയുടെ എറർ എങ്ങനെയാണ് ഒരു ഫങ്ഷനെ സ്വാധീനിക്കുക, എങ്ങനെ എറർ അതിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും എന്നുള്ളതാണ് രണ്ടാമതായി നമ്മൾ കാണാൻ പോകുന്നത്. ഇതിലുള്ള അറിവ് വെച്ചിട്ട് നമ്മൾ സിമ്പിൾ പെൻഡുലത്തിന്റെ സമവാക്യം ഉപയോഗിച്ച് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാണ് അതിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ എറേഴ്സ് എങ്ങനെ ഈ ഫോർമുലയിൽ കടന്നുകൂടുക എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കും. അവസാനമായി എറർ പ്രൊപ്പഗേഷന്റെ പൊതുവായിട്ടുള്ള സമവാക്യം എങ്ങനെയായിരിക്കും എന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ ഈ ലെക്ചർ അവസാനിക്കും. ആദ്യമായി, കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ പ്രതിപാദിച്ച ഒരു മെഷർമെന്റ് എക്സ് ടു ദ പവർ ഓഫ് n എന്നുള്ള ഫോമിൽ q എന്ന് പറയുന്ന വേറൊരു ക്വാണ്ടിറ്റിയിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ അൺസർട്ടനിറ്റി കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമ്മൾ കണ്ടിരുന്നു. അത് കുറച്ചുകൂടി ജനറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ fractional uncertainty in Q is equal to modulus of n times fractional uncertainty in x എന്നുള്ള രൂപത്തിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. ഇതിൽ n എന്ന് പറയുന്നത് പോസിറ്റീവോ നെഗറ്റീവോ ആവാം, പക്ഷെ അതിൻ്റെ പൊതു സ്വഭാവം ഇങ്ങനെയായിരിക്കും ആ സമവാക്യത്തിൽ പ്രത്യക്ഷപ്പെടുക. ഉദാഹരണത്തിന് q is equal to root of x ആണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ x 100 പ്ലസ് ഓർ മൈനസ് 6 എന്നുള്ള ഒരു മെഷർമെന്റ് നമുക്ക് ലഭ്യമാണെങ്കിൽ എങ്ങനെയായിരിക്കും ക്യൂവിൽ ആ എറർ വരിക എന്ന് നമുക്ക് നോക്കാം. പവേഴ്സിന്റെ സമവാക്യം വെച്ച് ഫ്രാക്ഷണൽ അൺസർട്ടനിറ്റി ഇൻ q is equal to modulus of 1/2 into fractional uncertainty in x, that is 6 by modulus of 100. അപ്പോൾ അതായത് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു 3/100 ഇൻറ്റു മോഡുലസ് ഓഫ് ക്യൂ എന്ന് നമുക്ക് കാണാം. അതായത് ഡെൽറ്റ ക്യൂവിൻ്റെ വാല്യൂ 0.3 ആണ് നമുക്ക് കിട്ടുക. അതുകൊണ്ട് ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ഈസ് ഈക്വൽ ടു 3/100 എന്നുള്ള ആ അറിവ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ക്യൂ അവസാനമായി നമുക്ക് 10 പ്ലസ് ഓർ മൈനസ് 0.3 എന്നുള്ള രൂപത്തിൽ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ക്യൂവിൻ്റെ ബെസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് ആണ്. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് വാല്യൂ ഓഫ് എക്സ് വിച്ച് ഇസ് 100. അതിൻ്റെ റൂട്ടാണ്, സ്ക്വയർ റൂട്ടാണ് 10 എന്ന് പറയുന്നത്. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 6ന്റെ സ്ക്വയർ റൂട്ട് അല്ല, പകരം അതിൻ്റെ ഫ്രാക്ഷണൽ അൺസർട്ടനിറ്റി ആയിട്ടാണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഈ കാര്യം ഓർത്തിരിക്കുന്നത് മുന്നോട്ടുള്ള ചർച്ചയ്ക്ക് നമുക്ക് ഉപകരിക്കും. അടുത്തതായി, ഒരു ക്വാണ്ടിറ്റി ക്യൂ എക്സുമായി പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പാണ് ഉള്ളതെങ്കിൽ നമുക്ക് ബി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഉപയോഗിച്ച് ക്യൂ ഇസ് ഈക്വൽ ടു ബി ഓഫ് എക്സ് എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ
ഈ ക്യൂവിൽ ഉണ്ടാകുന്ന എറർ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ബി ടൈംസ് ഡെൽറ്റ എക്സ് ആയിരിക്കും. ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള കാര്യം. അതേപോലെ പവേഴ്സിന്റെ ടേമിൽ ഫ്രാക്ഷണൽ അൺസർട്ടനിറ്റികൾ ഇങ്ങനെയായിരിക്കും ബന്ധപ്പെടുക എന്നും നമ്മൾ കണ്ടു. ഉദാഹരണത്തിന് Q is equal to x plus y ആണെന്ന് കരുതുക. അതിൽ എക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ മെഷർമെന്റ് ഡെൽറ്റ എക്സ് എന്ന അൺസർട്ടനിറ്റിയോടുകൂടിയും y എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടേത് ഡെൽറ്റ y എന്നുള്ള അൺസർട്ടനിറ്റിയോട് കൂടിയാണ് അതിൽ പ്രത്യക്ഷപ്പെടുക എന്ന് കരുതുക. എക്സ് ബി വൈ ബി എന്ന് പറയുന്നത് എക്സിന്റെയും വൈയുടെയും ബെസ്റ്റ് വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ Q എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് കാണാം. ക്യൂവിന്റെ ബെസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എക്സ് ബി പ്ലസ് വൈ ബി ആയിരിക്കും. ഇതിൽ ക്യൂവിനുണ്ടാകുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും പോസിറ്റീവ് ആകുന്ന സിറ്റുവേഷൻ ആണ്. അതായത് എക്സ് ബി പ്ലസ് വൈ ബി പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ എന്നതും ക്യൂവിന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് എക്സ് ബി പ്ലസ് വൈ ബി മൈനസ് ഡെൽറ്റ എക്സ് മൈനസ് ഡെൽറ്റ വൈ എന്നതും ആയിരിക്കും. ഇവിടെ നമ്മൾ ഇൻഡിപെൻഡന്റ് അൺസർട്ടനിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സാഹചര്യത്തിൽ എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണ് എന്നാണ്. അതായത് എക്സിന്റെ മെഷർമെന്റ് ഒരു തരത്തിലും വൈയെ സ്വാധീനിക്കുന്നില്ല. ഉദാഹരണത്തിന് നമ്മൾ ഒരു പെൻഡുലത്തിന്റെ പീരിയഡ് ഓഫ് ഓസിലേഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് അതിന്റെ ലെങ്ത് മെഷർമെന്റുമായി പീരിയഡ് ഓഫ് ഓസിലേഷൻ കാൽക്കുലേഷന് യാതൊരു ബന്ധവും ഇല്ല എന്ന് നമുക്ക് കാണാം. ലെങ്ത് പീരിയഡിനെ സ്വാധീനിക്കുന്നുണ്ടാവാം, പക്ഷേ ലെങ്തിന്റെ മെഷർമെന്റ് എടുക്കുന്നത് ഒരു തരത്തിലും നമ്മളെ ടിയുടെ കാൽക്കുലേഷൻ മെഷർമെന്റിനെ സ്വാധീനിക്കുന്നില്ല. അപ്പൊ ഇത് രണ്ടും പരസ്പരം ഇൻഡിപെൻഡന്റ് ആണെന്ന് കാണാനായിട്ട് സാധിക്കും. അതായത് എക്സ് മെഷർ ചെയ്യുന്നത് കൊണ്ട് വൈക്ക് യാതൊരുവിധ വേരിയേഷൻ ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ എക്സിലുള്ള അൺസർട്ടനിറ്റി വൈയെയും വൈയിലുള്ള അൺസർട്ടനിറ്റി എക്സിനെയും സ്വാധീനിക്കാത്ത സിറ്റുവേഷനെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് അൺസർട്ടനിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് അൺസർട്ടനിറ്റീസ് ആണ്. അതായത് എക്സിന്റെ വിലയിൽ ഉണ്ടാകുന്ന അൺസർട്ടനിറ്റി അതേപോലെ തന്നെ വൈയിലും പ്രതിഫലിക്കാം. ഉദാഹരണത്തിന് എക്സ് കൂടുതൽ കൃത്യമായിട്ട് അളന്നാൽ ചിലപ്പോൾ വൈ അതിൽ അൺസർട്ടനിറ്റി കുറഞ്ഞു വരാം, നേരെ തിരിച്ചും സംഭവിക്കും. ഒരു ഉദാഹരണത്തിന് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമ്മൾ ഡെൽറ്റ എക്സ് the uncertainty in position times uncertainty in momentum is a constant എന്ന് പഠിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഒന്നിലുണ്ടാകുന്ന അൺസർട്ടനിറ്റി തീർച്ചയായും മറ്റതിനെ ഇൻവേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്യും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് അവയെ ഡിപ്പെൻഡന്റ് അൺസർട്ടനിറ്റി എന്ന് കാണാൻ പറ്റും. ഇപ്പൊ ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്നത് ഇൻഡിപെൻഡന്റ് അൺസർട്ടനിറ്റി ആണ്. അതായത് എക്സും വൈയും തമ്മിൽ പരസ്പരം ബന്ധമില്ല. ഇപ്പൊ നമ്മുടെ ഉദാഹരണത്തിലേക്ക് തിരിച്ചു വന്നാൽ ഈ കേസിൽ ക്യൂവിനുണ്ടാകുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നതും മിനിമം വാല്യൂ എന്ന് പറയുന്നതും നമ്മൾ കണ്ടു. അപ്പോൾ ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ക്യൂ എന്നുള്ള ഫോമിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിന്റെ അർത്ഥം ക്യൂവിന്റെ വാല്യൂ എപ്പോഴും ഏതെങ്കിലും ഒരു എക്സ്ട്രീമിൽ ആവണം എന്ന് യാതൊരു നിർബന്ധവും. ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും ആവാം. ചിലപ്പോൾ ബെസ്റ്റ് വാല്യൂ തന്നെ ആവാം ക്യൂവിന് ഉണ്ടാവുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സംസ് ആൻഡ് ഡിഫറൻസസിന്റെ കാര്യത്തിൽ കണ്ടു. ഡെൽറ്റ ക്യൂ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ എന്ന് കണ്ടു. പക്ഷെ ഇതെല്ലാ കാര്യത്തിലും ശരിയായിക്കൊള്ളണം എന്നില്ല. എന്ന് മാത്രമല്ല നമുക്കറിയാം ഈ ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ എന്ന് പറയുന്നത് ഇതിലുണ്ടാവുന്ന ഏറ്റവും കൂടിയ അൺസർട്ടനിറ്റിയാണ്. അങ്ങനെ ആവണമെന്നില്ലല്ലോ. ചിലപ്പോൾ കുറഞ്ഞ അൺസർട്ടനിറ്റി ആവാം. ചിലപ്പോൾ ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകാം. അതായത് എറർ തന്നെ ഉണ്ടായില്ല എന്ന് വരാം. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും സിറ്റുവേഷൻ നമുക്ക് നോക്കാം. എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ, അതായത് ഒരു തരത്തിലും എക്സിലുണ്ടാകുന്ന അൺസർട്ടനിറ്റി അല്ലെങ്കിൽ എക്സ് മെഷർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എറർ വൈ മെഷർ ഉണ്ടാകുന്ന എററിനെ സ്വാധീനിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ക്വാഡ്രേച്ചർ സം എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് അപ്ലൈ ചെയ്യുക. അതായത് ക്വാഡ്രാറ്റിക് സം എന്ന് പറയും. അതിന്റെ ബേസിക് റൂൾ ഇതാണ്: ഇഫ് A and B are the lengths of the sides of a triangle, then the third side will be always less than the sum of A and B. ആ റൂൾ ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ എന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടി കൃത്യമായ എറർ എന്ന് പറയുന്നത്
the square root of delta x square plus delta y square എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആയിരിക്കാം കുറച്ചുകൂടി കൃത്യമായ എറർ ആയിട്ട് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുക ക്യൂവിൻ്റെ കാര്യം. ഈ ക്വാഡ്രാറ്റിക് സം വരുന്നത് കൊണ്ടാണ് നമ്മളിതിനെ ക്വാഡ്രാറ്റിക് സം അല്ലെങ്കിൽ ക്വാഡ്രേച്ചർ സം എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ നമുക്ക് ഓർത്തിരിക്കാം. ഇതിൻ്റെ അടിസ്ഥാനം ഇത്രയേ ഉള്ളൂ. എക്സും വൈയും ഡിപ്പെൻഡന്റ് വേരിയബിൾസ് ആണെങ്കിൽ അല്ലെങ്കിൽ അവയുള്ള എറർ കാൽക്കുലേഷൻ പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അവയെ ആദ്യത്തെ റൂൾ, അതായത് ഡെൽറ്റ ക്യൂ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ എന്നുള്ള സിമ്പിൾ സം ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി അതല്ല, എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആൻഡ് റാൻഡം, അതായത് എറേഴ്സ് ഉണ്ടാകുന്നത് യാദൃശ്യമായിട്ട് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണെങ്കിൽ ഇവയുടെ രണ്ടും ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ആണ് എന്നുകൂടി ഉണ്ടെങ്കിൽ നമുക്ക് അവയ്ക്ക് ക്വാഡ്രാറ്റിക് സം മതിയാവും എന്നുള്ള പ്രിൻസിപ്പിൾ നമുക്ക് ഓർത്തിരിക്കാം. ഇതിൻ്റെ ട്രയാങ്കുലർ ബേസിസിലുള്ള ഒരു അടിസ്ഥാന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എറർ ഇൻ ക്യൂ വിൽ നെവർ ബി ഗ്രേറ്റർ ദാൻ ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ. അപ്പോൾ എപ്പോഴും അത് ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈയുടെ സമ്മിനേക്കാളും കുറവോ അല്ലെങ്കിൽ തുല്യമോ ആകാനുള്ള സാധ്യതയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ക്വാഡ്രാറ്റിക് സം ഉപയോഗിച്ച് ക്യൂവിലുള്ള അൺസർട്ടനിറ്റി മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് മനസ്സിലാക്കുന്ന കാര്യം. ഉദാഹരണത്തിന് നമ്മൾക്ക് രണ്ട് ബീക്കറുകളിൽ V1 എന്ന് പറയുന്ന ഒരു ബീക്കറും V2 എന്ന് പറയുന്ന ബീക്കറിലും ആയിട്ട് ഇത്രയും അളവ് വെള്ളം ഉണ്ടെന്ന് കരുതുക. ഇത് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് V1 എന്ന് പറയുന്ന ബീക്കറിൽ നിന്നും V2ലേക്ക് ആ 130 ml അളവ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഫൈനൽ വോളിയം എത്രയായിരിക്കും എന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഉദാഹരണത്തിന് V = V1 + V2 രണ്ടും ഒരു പാത്രത്തിലേക്ക് മാറ്റിയാൽ അതായിരിക്കും ഫൈനൽ റിസൾട്ട്. പക്ഷേ എന്തായിരിക്കും കൃത്യമായിട്ട് വിയുടെ വാല്യൂ എന്നറിയണമെങ്കിൽ നമുക്ക് V + ഡെൽറ്റ V എത്രയാണെന്ന് മനസ്സിലാക്കണം. ഇതിൻ്റെ ബെസ്റ്റ് വാല്യൂസ് ആഡ് ചെയ്താൽ നമുക്ക് 195 കിട്ടും. പക്ഷേ എന്തായിരിക്കും അതിൻ്റെ എറർ? ഇവിടെ നമുക്ക് രണ്ട് സിറ്റുവേഷൻസ് പരിഗണിക്കാം. അതായത് V1ഉം V2ലുമുള്ള എറേഴ്സ് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമുക്ക് ക്വാഡ്രേച്ചർ സം റൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 6² + 4² the whole square root will give you approximately 7. So 195 ± 7 ആയിരിക്കും അതിൻ്റെ വാല്യൂ. ഇനി അതല്ല, V1ലുള്ള എറർ ഏതെങ്കിലും തരത്തിൽ V2ന്റെ എററിനെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സിമ്പിൾ സം റൂൾ ഉപയോഗിക്കാം. അപ്പോൾ V എന്ന് പറയുന്നത് V + ഡെൽറ്റ V എന്ന് പറയുന്നത് 195 ± 10 ml ആയിരിക്കും എന്ന് കാണാൻ സാധിക്കും. ഈ റൂളാണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ X, Y, Z, etc. and U, V, W, etc. are some independent variables. Then if Q is equal to X plus etc. and minus U plus etc. then the uncertainty in Q can be calculated in general as the sums of quadratures, that is square root of delta x square plus etc. etc. So that is the simple rule, and we should always remember that whether the quantities are independent or dependent, the uncertainty will never be greater than the sums of individual uncertainties. So the first rule we will use in the case of independent variables, and the second case we will use in the case of dependent variables. So we have to decide which one is applicable in our situation. Next, in the case of products and quotient rule, again we will apply the same principle for fractional uncertainties. So that is, the fractional uncertainty in Q will be equal to square root of the sums of quadratures, that is delta x by x, the whole square plus etc. And this fractional uncertainty will never be greater than the sums of fractional uncertainties in individual measurements. So that is the idea from that. So let us go to with that idea, let us go to
the calculation of a function of a single variable. ഉദാഹരണത്തിന് നമ്മൾ മുന്നേ കണ്ട എക്സാമ്പിൾസിലെല്ലാം എക്സ് വൈ ഒക്കെ സംസ് ആയിട്ടോ സിമ്പിൾ പ്രോഡക്ട്സ് ആയിട്ട് മാത്രമാണ് ക്യൂവിൽ പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാൽക്കുലേഷനിൽ പലപ്പോഴും നമുക്ക് സൈൻ കൊസൈൻ പോലെയുള്ള ഫങ്ഷൻസ് ആയിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തീറ്റയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസോ എമർജൻസോ ഒക്കെ ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ആണെന്ന് കരുതുക. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒരു ക്രിട്ടിക്കൽ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കാം, n = 1/sin θ. അപ്പോൾ എങ്ങനെയായിരിക്കും തീറ്റയിൽ ഉണ്ടാകുന്ന ഒരു അൺസർട്ടനിറ്റി എന്നിനെ സ്വാധീനിക്കുക. അപ്പോൾ ഡെൽറ്റ എൻ എന്തായിരിക്കും, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ എന്തുമാത്രം എറർ ഉണ്ടാവും എന്ന് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ഉദാഹരണത്തിന് നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയുടെ മെഷേർഡ് വാല്യൂ is equal to best value plus or minus delta x ആണെങ്കിൽ the q of x as a single variable function can be 1/sin x, or in some cases, as we have seen as earlier, it can be square root of x. അങ്ങനെയാണെങ്കിൽ ഒരു ഉദാഹരണം നമുക്ക് ഉദാഹരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത് ഗ്രാഫിക്കലായിട്ട് എങ്ങനെ മനസ്സിലാക്കാമെന്ന് നമുക്ക് നോക്കാം. ചിത്രത്തിൽ കാണുന്നത് പോലെ ക്യൂവിന്റെ ബെസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എക്സിന്റെ ബെസ്റ്റ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. ക്യൂ വേഴ്സസ് എക്സ് ഗ്രാഫ് വരച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ ക്യൂവിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ദ വാല്യൂ ഓഫ് ക്യൂ അറ്റ് എക്സ് ബെസ്റ്റ് വാല്യൂ പ്ലസ് ഡെൽറ്റ എക്സും ക്യൂവിന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് ദ വാല്യൂ ഓഫ് ക്യൂ അറ്റ് എക്സ് ബെസ്റ്റ് മൈനസ് ഡെൽറ്റ എക്സും ആയിരിക്കും. അപ്പോൾ അതിൽ നിന്നും നമുക്ക് ആ ബെസ്റ്റ് വാല്യൂവിൽ നിന്നും മുകളിലേക്കോ താഴേക്കോ ഉള്ള വേരിയേഷൻ ആയിട്ട് അൺസർട്ടനിറ്റിയെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ലെറ്റ് ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ക്യൂ, then we can see that delta q can be defined as seen from the graph as q at qb plus delta x minus q at qb. അല്ലെങ്കിൽ q at x of b minus q of at x of b minus delta x എന്നും നമുക്ക് കാണാം. ഏതായാലും a change in q delta q is equal to this much, and if the change delta x is very very small or infinitesimally small, we can define it as the differential dq over dx into delta x. So this is from this is a very basic principle from the calculus. അങ്ങനെയാണെങ്കിൽ ചില സിറ്റുവേഷനിൽ ഈ ഡി ക്യൂ ഓവർ ഡി എക്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പോസിറ്റീവ് ആവണം എന്ന് നിർബന്ധമില്ല. അതായത് ആ ഗ്രാഫിന്റെ സ്ലോപ്പ് ആണത്, അത് പോസിറ്റീവ് ആവണം നിർബന്ധമില്ല. ഇതേപോലെയുള്ള സാഹചര്യങ്ങൾ നെഗറ്റീവുമാണ്. അങ്ങനെയാണെങ്കിൽ പൊതുവായി നമുക്ക് അൺസർട്ടനിറ്റി ഇൻ ക്യൂ ക്യാൻ ബി if q is a single valued function of x, then the uncertainty in q is equal to modulus of the slope of q with respect to x into delta x. So this is the general rule we will apply for a single variable function and its error calculation. Let us see some examples. Assume that theta is equal to 20 plus or minus 3 degrees, then what will be cos of theta? So we know that from the previous discussion, delta of cos theta is equal to modulus of the slope of cos theta into delta theta. That means delta cos theta is equal to modulus of sin theta into delta theta. That means delta of cos theta is equal to sine of 20 degrees, which is the best value of theta, into 0.05. ഇവിടെ നമ്മൾ 3 ഡിഗ്രി എന്ന് പറയുന്നതിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ഫോർമുലയിൽ ആ ഡെറിവേറ്റീവ്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്ത് പറ്റും. അപ്പോൾ സൈൻ ഓഫ് 20 ഡിഗ്രി യു ക്യാൻ കാൽക്കുലേറ്റ് and into 0.05, that will be equal to 0.0. So that is error in cos theta. Now cos theta is equal to cos of theta b, which is the best value, plus delta cos theta. So that is equal to 0.94 plus or minus 0.05.
0.02. So cos of theta b for 20 degree will be 0.94. So percentage error or fractional uncertainty you can calculate only in radian scale. It will give errors when you calculate it in degrees. Another example is, suppose a measurement x is equal to 3 plus or minus 0.1, and the function is q is equal to e to the power of x. From our definition, delta q is equal to slope of the function into delta x, and the exponential function has the same derivative. So e raised to 3 into delta x is 0.1 is equal to 2. So that is the error in q, and therefore q is equal to e raised to x plus or minus delta q, which is equal to 20 plus or minus 2. Here we have used the idea e to the power of 3 is approximately equal to 20. So this is how we will calculate the relative errors as well as propagated errors in single value functions. So we need to have a function that is differentiable at some point to calculate its error. Otherwise, if it is not differentiable, we cannot calculate the error propagated to a single valued function. Now we come to the discussion on simple pendulum. In the laboratory, we use the simple pendulum to calculate the acceleration due to gravity at the place. ഇതിനായിട്ട് നമ്മൾ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ സ്ട്രിങ്ങിന്റെ നീളവും അതിന്റെ പീരിയഡ് ഓഫ് ഓസിലേഷനും കൃത്യമായി മെഷർ ചെയ്യാറുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഇതിൽ നമ്മൾ ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള റൂൾസ് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും the uncertainty, the fractional uncertainty in t squared is equal to 2 times that of delta t divided by t. By the fractional uncertainty, 2 times of that will be equal to the fractional uncertainty t squared. 4 pi square constant ആയതുകൊണ്ട് അതിനകത്ത് എറർ ഉണ്ടാവില്ല. എല്ലിനകത്ത് എറർ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് നേരെ എഴുതാം. അതിന്റെ പവർ യൂണിറ്റി ആയിരുന്നു. So the fractional uncertainty in G will be equal to by using the quadrature sum by assuming that L and T are independent measurements. L illulla oru measurement തീർച്ചയായിട്ടും T യെ അഫക്ട് ചെയ്യുന്നില്ല എന്നുള്ള കണക്കൂട്ടലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സമവാക്യം ഉപയോഗിച്ച് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം. Suppose in one particular measurement in a laboratory, the length of the pendulum is 92.95 centimeter plus or minus 0.1 centimeter. And the period is calculated as 1.936 plus or minus 0.004 second. 0.04 second കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 25-50 ഓസിലേഷൻസിന്റെ ഒക്കെ പീരീഡ് കണ്ടിട്ട് ഇത് വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ബ്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൽ നമുക്ക് ഈ മെഷർമെന്റ്സിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്, if you substitute the best value of L and Q, which are 92.95 and 1.936 in the formula, you will get the best value of G as 979 centimeter per second square. സാധാരണ നമ്മൾ 980 അല്ലെങ്കിൽ 981 centimeter per second square ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ സ്റ്റാൻഡേർഡ് വാല്യൂ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ കാണാൻ പറ്റും ഇത് അതിനടുത്തുള്ള ഒരു വാല്യൂ. അപ്പോൾ നമുക്ക് എന്താണ് G ഉണ്ടാകുന്ന അൺസർട്ടനിറ്റി എന്ന് നമുക്ക് നോക്കാം. സോ ഡെൽറ്റ G by G by substituting the values of fractional errors in L and T square in the quadrature sum, and I have used them in percentages because 0.1 centimeter divided by 92.95 will be very small value. So I have converted that into percentage by multiplying with the 100. So 0.1 percentage is the error in L and 0.2 percentage is the error in T. So using that, you can get fractional uncertainty in G as equal to 0.4%. ഇതിനെ തിരിച്ച് fractional uncertainty convert ചെയ്യാനായിട്ട് നിങ്ങൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. So you will get 0.004. Therefore, the delta G can be equal to 0.4% into G. So that is 0.004 into 979, which is the best value of G. So that is equal to 4 centimeter per second square. അതായത്
ജിയുടെ വില 979 പ്ലസ് ഓർ മൈനസ് 4 സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കാണാൻ സാധിക്കും. ഇത് നമ്മളുടെ അക്സെപ്റ്റഡ് വാല്യൂ ആയ 981 ഉള്ളിലായതുകൊണ്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലബോറട്ടറി റെക്കോർഡാണെന്ന് കാണാൻ പറ്റും. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ലബോറട്ടറി റെക്കോർഡുകളും മറ്റും സമർപ്പിക്കുമ്പോൾ അതിൽ ഫൈനൽ റിസൾട്ട് എഴുതുമ്പോൾ തീർച്ചയായും അതിൽ കടന്നുകൂടിയിട്ടുള്ള എറേഴ്സ് കൂടി റെപ്രസെന്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ലബോറട്ടറി പെർഫോമൻസിന്റെയും മെഷർമെന്റിന്റെ അക്യുറസി, പ്രിസിഷൻ തുടങ്ങിയ കാര്യങ്ങളെയും കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കും. അടുത്തതായി ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൊതുവായി നമുക്കൊന്ന് ക്രോഡീകരിക്കാം. ഇഫ് എക്സ്, വൈ, ഇസഡ് എക്സെട്ര ആർ some dependent or independent variables measured to compute some physical quantity q, which is a function of x, y, z, etc., then the uncertainty in q can be written as the quadrature sum of individual uncertainties. ഇവിടെ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ റൂളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. If q is a function of various independent variables x, y, z, etc., then they are defined as the partial slopes of the function at points x, y, z, etc., and we can use this calculation to find the error in the calculation of some quantity q if x, y, z, etc. are independent quantities. If the errors in one quantity does not affect the error in other quantities. Now, if they are not independent, we are sure that the sums in individual fractional errors will be less than or equal to the so that means if x, y, z, etc. are dependent variables, that means if the uncertainty or error in the measurement of x affects other variables or vice versa, we can simply calculate the error in q as the sum of individual uncertainties. So എങ്ങനെയാണെങ്കിൽ പോലും ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ഒരിക്കലും ഇൻഡിവിജ്വൽ സമ്മുകളെക്കാളും കൂടുതലാവില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇത് രണ്ട് പ്രായോഗിക സിറ്റുവേഷൻസിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ലെക്ചർ അവസാനിപ്പിക്കാം. ഉദാഹരണത്തിന് ക്യൂ ഈസിക്കൽ എക്സ് സ്ക്വയർ വൈ മൈനസ് എക്സ് വൈ സ്ക്വയർ ആണെന്ന് കരുതുക. എക്സിൽ മെഷർമെന്റ് വാല്യൂ 3 പ്ലസ് ഓർ മൈനസ് 0.1 വൈയിലുള്ളത് 2 പ്ലസ് ഓർ മൈനസ് 0.1 ആണെന്ന്. ഇങ്ങനെയാണെങ്കിൽ ക്യൂ ബെസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എക്സിന്റെയും വൈയുടെയും ബെസ്റ്റ് വാല്യൂ ഉപയോഗിച്ചിട്ട് 6 ആണെന്ന് കാണാം. അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് എക്സിലുള്ളത് ഡോ ക്യൂ ഓവർ ഡോ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. സോ ദാറ്റ് ഈസ് ഇക്വൽ ടു മോഡുലസ് ഓഫ് 2xy minus y square into delta x, that is 12 minus 4 into 0.1, that is equal to 0.8. Similarly, delta qy, which is the uncertainty in the function q with respect to y, is equal to 0.3. Therefore, delta q is obtained as the quadrature sum of individual uncertainties. So the delta qx square plus delta qy square, that is equal to 0.9. Therefore, q is equal to q best value plus or minus, that is 6 plus or minus 0.6. So that is how we have applied the general formula to calculate the uncertainty q. And in summary, we have seen how the uncertainty in one variable affects the uncertainty in a calculated value, and also how the uncertainty in a single variable function, how
we can calculate that, and we have applied the general principles to the case of simple pendulum, and also see, as we have seen, the general formula for error propagation. So this will be well articulated if you try out more problems in the textbook. All the best. And in the next and final lecture, we will discuss random errors, which are errors that come out of the measurement situation randomly, and only statistical techniques can get rid of random errors, which are not systematic errors. Thank you.